ആറൂസ് എങ്ങോട്ടായി ധൃതിക്ക്? എന്താളിയാ? എങ്ങോട്ടാണ് ഇത്ര ധൃതിക്ക്? ആറൂസേ, സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ പോലെ ഞാൻ പറയുവാ, 2 ചോക്ലേറ്റ് ഉണ്ട്, കഴിച്ചോ. എനിക്ക് വേണ്ട. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാ കേശുവട്ടം കഴിക്കും, പിന്നെ തന്നില്ലാതെ എന്റെ അടുത്ത് പരാതി പറയും. എനിക്കൊന്നും വേണ്ട, കേശവണ്ണ തന്നെ കൊടുത്തോ. ഉറപ്പാ? ഉറപ്പാ. ഇത് വിഷയമാണല്ലോ. യാറൂസ്, ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ്. ഒന്ന് പോകുന്നുണ്ടാളിയാ? എന്റെ പാറുമോളോ? എന്റെ പൊന്നുമോള് സ്കൂളിൽ പോയതിനു ശേഷം ചേട്ടാ ഇന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്റെ കുഞ്ഞിനെ കാണാനില്ലല്ലോ, എന്റെ കുഞ്ഞിനെ കാണാനില്ലല്ലോ, എന്റെ കുഞ്ഞിനെ കാണാനില്ലല്ലോ. എന്റെ മോന് വന്നല്ലോ. ചേട്ടന് ശരിക്കും വിഷമായോ? പിന്നെ വിഷമായി മക്കളെ. അങ്ങനാണെങ്കിലേ ഞാൻ ഇനി സ്കൂളിലോട്ട് പോകുന്നില്ല, ചേട്ടൻ്റെ കൂടെ തന്നെ നിക്കാം. അയ്യോ എന്റെ പൊന്നുമോട് ആയിരം മക്കളെയാ സ്കൂളിൽ പോകുന്നില്ലെന്ന്. നിന്നെ ശനി ഞായറും കൂടെ ട്യൂഷൻ വിട്ടാലോ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. അളിയ, ശനി ഞായറും പോരാ, എല്ലാ ദിവസവും 1 മണിക്കൂർ ഇവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ തന്നെ താമസിക്കാം, ഇങ്ങോട്ട് വരുന്നില്ല. കൊള്ളാമല്ലോ, നല്ലൊരു പ്ലാൻ ആണല്ലോ അല്ലളിയാ. നല്ല ഐഡിയ. ഞാൻ പോയി സംസാരിക്കട്ടെ? ചേട്ടാ, ഞാൻ ചേട്ടന്റെ കുഞ്ഞനിയത്തിയാ, കുറച്ചെങ്കിലും സ്നേഹം വേണം. തന്നെ മക്കളെ തന്നെ, നീ എന്റെ കുഞ്ഞനിയത്തിയാണ്. പക്ഷേ ഈ പഠിക്കുന്ന കാര്യത്തിലുള്ള കുറച്ചാ സ്നേഹം ഉണ്ടല്ലോ, അതില്ല കേട്ടോ. അങ്ങ് പഠിച്ചാ മതി. അയ്യടാ അല്ലയോ, എന്താണ് ഈ കലിപ്പിന്റെ ഉറവിടം? എന്താ ഉറവിടം അറിയത്തില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ പോലെ മുട്ടൻ കലിപ്പില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ല. അങ്ങനെ വരട്ടെ അല്ലയോ. ഇത് മിക്കവാറും ടീച്ചർ എന്തേലും ചോദ്യം ചോദിച്ചാണ്, ഇവിടെ പഴം മിങ്ങള് നിന്നാണ്. പാറു, സ്കൂളിൽ എന്നല്ല വിശേഷം പാ? ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോയതൊന്നല്ല വിശേഷം പറയാൻ, ഞാൻ സ്കൂളിലാ പോയത്. സ്കൂളിലെന്താ വിശേഷം? ഓരോന്ന് പഠിപ്പിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, ഓരോന്ന് പഠിപ്പിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. ബോറ് പരിപാടി. ഓ, അപ്പൊ ടീച്ചറിന്റെ 4 കിട്ടിയല്ലേ? എവിടെ കിട്ടിയേ? ചേട്ടൻ കണ്ടാ എന്നെ അടിക്കുന്നത്? എന്താടാ കാര്യം? എന്തുവാ കാര്യം കൊച്ചുമോള് പറയണ്ടേ? ചോദിച്ചു എന്താക്കളെ? ചേട്ടാ, ചേട്ടനൊന്ന് പോവാവോ? ഞാൻ പോവാനോ? ഞാൻ ഇവിടെ പോയി ഞാൻ എന്ത് തള എന്ത് തൊളിയത്? അളിയാ, ഞാൻ 2 ചോക്ലേറ്റ് കൊടുത്തിട്ട് വേണ്ടാന്ന്. വേണ്ടാന്നോ? പിന്നെ വേണ്ട, ഇങ്ങട്. ഞാൻ പറഞ്ഞ വേണ്ടെന്ന്. അളിയനാ മിഠായി തന്നെ, എനിക്കൊക്കെ വേണം. മകളെ ഒരു കാര്യം ജാത്തി വന്നിട്ടേ കുളിച്ചിറങ്ങിട്ട് വെള്ളം തിന്ന്, എന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്കും. അതൊക്കെ ഞാൻ രാത്രി ചെയ്തോളാം. രാത്രി ചെയ്താ പോരാ, ലച്ചേച്ചിയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടേക്കറേ. നീ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ ഹോംവർക്ക് ചെയ്തിട്ട് നിന്നെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതിയെന്ന്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? കുറച്ച് കഴിയുമ്പോഴേ നല്ലൊരു തരത്തിൽ ജീവിക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഈ പറയണത് കേട്ടാ. അതൊക്കെ എന്റെ കൊച്ചു പഠിച്ചോളൂ. മക്കള് വാ, ഇത് പൊന്നോളൂ. വാ, നമുക്ക് ഡ്രസ്സൊക്കെ മാറി പഠിക്കാം. പിടിച്ച് എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് മനസ്സിലാവാത്ത ഇതാണ്. അതായത് ഈ അച്ഛനമ്മമാരായിരിക്കുന്ന സമയത്ത് അവര് പിള്ളേർ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പഠിക്കുന്നില്ലെങ്കിലോ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, പറഞ്ഞല്ലേ? അതേ സ്ഥാനത്ത് അവർ ഈ അമ്മൂമ്മയും അപ്പൂപ്പനും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതായത് കൊച്ചുമക്കളോട്, അയ്യോ മക്കള് പഠിച്ചോളൂ എടാ, എന്റെ മക്കളെ എന്തിനാ അടിക്കുന്നേ, അതാണ് ഇതാണെന്നൊക്കെ പറയും. എന്തെളിയ അങ്ങനെ? അളിയാ, നമ്മളെ വളർത്തി വലുതാക്കി കഴിയുമ്പോഴേ മാതാപിതാക്കൾക്ക് മനസ്സിലാവും ഈ വഴക്ക് പറച്ചിലും ഉപദേശത്തിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ കൊച്ചുമക്കളോട് ഈ ദേഷ്യവും വാശിയൊന്നും കാണിക്കാൻ നിൽക്കത്തില്ലല്ലോ, ഉള്ളി സ്നേഹം. അത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ. കുറച്ചൊരു ചെറിയ എല്ലാരും എത്തിയോ? നമുക്ക് തുടങ്ങാം.
പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയേക്കുന്നതിന്റെ വിഷയം എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. സ്കൂളുകളിൽ നമുക്ക് ഒരുപാട് ജോലികൾ വരുന്നു. അതിനെതിരെയായിട്ട് നമുക്ക് പ്രതികരിക്കണം, വേണ്ടേ? പക്ഷെ പാറു, നമ്മൾ എങ്ങനെ പ്രതികരിക്കും? സ്കൂളിൽ പോവാതെ പ്രതികരിക്കും. സ്കൂളിൽ പോവാതെ പ്രതികരിച്ചാലേ വീട്ടുകാർ പ്രതികരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതെല്ലാരും അങ്ങോട്ട് ആലോചിക്കും. നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ സ്കൂളിലോട്ട് കൊടുക്കണം. ഞാൻ ആദ്യം പറയാം. എന്ന് ഹോംവർക്ക് ആയിരുന്ന പരിപാടി സ്കൂളുകളിൽ നിർത്തണം. ഞാനൊന്ന് പറയട്ടെ. പറ. ഓരോ പീരീഡ് കഴിയുമ്പോഴും 1/2 മണിക്കൂർ കളിക്കാൻ സമയം തന്നെ. അതൊരു നല്ലൊരു നിർദ്ദേശം. ഇനി ഞാൻ ഒരെണ്ണം പറയട്ടെ. പറ. ടീച്ചേഴ്സ്മാര് ഹോംവർക്ക് ഏതോന്ന് ചോദിക്കാൻ പാടില്ല. ഇത് രണ്ടെണ്ണം ഞാൻ അംഗീകരിച്ചു. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഇനി ശനിയും ഞായറും മാത്രം മതി ക്ലാസ്. ബാക്കിയുള്ള എല്ലാ ദിവസവും അവധി. ഈ നിർദ്ദേശങ്ങളൊക്കെ ആരുടെ അടുത്ത് പറയും? അത് സ്കൂളിൽ പറയും. ആ നടന്ന തന്നെ. സ്കൂളിൽ പോയി അംഗീകരിക്കൂലെന്ന്. പിന്നെ നമ്മൾ ആരോടുത്ത് പറയും? ആരോട് പറയും? നമുക്ക് മന്ത്രി എടുത്ത് പറഞ്ഞാലോ? മന്ത്രി എടുത്താ? ഇപ്പോഴത്തെ മന്ത്രിയെ പൂക്കാന്നാ കേട്ടെ. പക്ഷെ മന്ത്രി അറിയില്ലല്ലോ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇതെല്ലാം എഴുതിയിട്ട് പ്രിൻസിപ്പാളിന്റെ കൈ കൊടുക്കാം. അതൊരു നല്ല കാര്യം. പക്ഷെ ആരെഴുതും? അതാരെഴുതും? എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എനിക്കറിയില്ല. ആർക്കെങ്കിലും എഴുതാൻ അറിയാമോ? എഴുത്തും വായന അറിയാവുന്ന ഒറ്റണില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ആലോചിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ആദ്യം ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഇവിടെ ഒന്നുമില്ല ഏട്ടാ, ഒരു മീറ്റിംഗാ. മീറ്റിംഗാ? എന്താ മീറ്റിംഗ്? സീക്രട്ടാ, അത് ചെയ്യണമെന്ന് അറിയേണ്ട ആവശ്യമില്ല. സീക്രട്ടോ? ആ, സീക്രട്ട് മീറ്റിംഗ് ആണ് ഇത്രയും പബ്ലിക് ആയിട്ട് നടത്തണേ? ആ. എന്തായാലും കാര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഡീൽ ചെയ്യാം. വേണ്ട, ഒരു കാര്യമില്ല. ചേട്ടാ പോവാൻ നോക്ക്. പോണറാ പോണ്. എന്തൊരു ഒരു പടയുണ്ടല്ലേ. നമുക്കേ കേശേട്ടനെ കൊണ്ട് നിർദ്ദേശങ്ങൾ എഴുതിപ്പിച്ചാലാ? അതൊന്നും നടക്കുന്ന കേസല്ല. കേശവനെ നമ്മളെ പോലൊന്നും അല്ല, പഠിപ്പിസ്റ്റാ. അതുകൊണ്ട് നമ്മളെ പാരോ. എന്നാ വേണ്ട. പിന്നെ ആരെഴുതും? അത് ഞാൻ സെറ്റ് ചെയ്തോളാം. തൽക്കാലത്തേക്ക് മീറ്റിംഗ് പിരിച്ചിട്ടേ. என்ன பாரு, எனக்கு வேலை இருக்கு பாரு. ഇവിടെ നിക്ക്. என்ன? എനിക്ക് എഴുതാ അറിയോ? ஆ, எழுத தெரியுமே. ഇത് പിടിച്ച്. எதுக்கு பாரு? എഴുതാൻ. என்ன எழுதணும்? കൂടുതൽ ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താ മതി. சரி. പ്രിയപ്പെട്ട മന്ത്രിക്ക്. மந்திரிக்கா? ആമാ. சரி சொல்லு. പ്രിയപ്പെട്ട മന്ത്രിക്ക് കുട്ടികൾ തരുന്ന നിർദ്ദേശങ്ങൾ. 1. ആന്റി എഴുതുന്നില്ലേ? நீ முதல்ல சொல்லு பாரு, அதுக்கப்புறம் நான் எழுதுறேன். ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഹോംവർക്ക്, വെള്ളിയാഴ്ച പാടില്ല. 2. ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അവധി. പിന്നെ 3. പിള്ളേരുടെ അടുത്ത് ഒന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. 4. ഓരോ പീരീഡ് കഴിയുമ്പോഴും കളിക്കാൻ 1/2 മണിക്കൂർ വെച്ച് സമയം തരും. പിന്നെ 5. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ ടീച്ചർമാരെ എണ്ണിപ്പിക്കരുത്. പിന്നെ അടുത്തത് 10 മണിക്ക് ക്ലാസ് തുടങ്ങുക, 12 മണിയാകുമ്പോഴത്തേക്ക് വിടുക. சரி பாரு, இதெல்லாம் எதுக்கு எழுதணும்? അത് ടീച്ചറാ പറഞ്ഞത്. ടീച്ചർ என்ன சொன்னாங்க? ടീച്ചർ പറഞ്ഞേ പഠിത്തത്തിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിലേ അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. அது உங்ககிட்ட தானே எழுத சொன்னாங்க. அப்படின்னா நீ தானே அதெல்லாம் எழுதணும். അത് അങ്ങനല്ല ആന്റി. என்ன? നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എഴുതാമല്ലോ. ഞാനിപ്പോ ആ നിർദ്ദേശം ആന്റിക്ക് പറഞ്ഞു തന്നു, ആന്റി എഴുതി എനിക്ക് തരും. ஓ அப்படி. சரி, அப்படின்னா ஆண்டி எழுதி கொடுக்கறேன். ആന്റി ഇനിയും കുറെ നിർദ്ദേശങ്ങളുണ്ട്. ആന്റി ഫസ്റ്റ് ഇത് എഴുതും. சரி பாரு. ആന്റി ഫസ്റ്റ് എഴുതാൻ പോണ്.
டேய் இவ சொல்றா ഇവരുടെ അടുത്തൊന്നും പറയണ്ട. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്റെ പുറകെ നടക്കാൻ. എക്സാക്ട്ലി കേശു, നിനക്ക് വേറെ പണിയൊന്നുമില്ല കൊച്ചിന്റെ പുറകെ നടക്കാനായിട്ട്. എന്റെ പണിയൊക്കെ പോടാ. എന്ത് മക്കളെ പ്രശ്നം? ചേച്ചിയോട് പറ, ചേച്ചി സോൾവ് ചെയ്ത് തരാം. എന്താണ്? നിങ്ങക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് പോവാൻ പറ്റുമോ? ഓഹോ, തുടക്കത്തിലെ അപമാനം. കേശു കമോൺ. പറഞ്ഞു അടേ പറഞ്ഞാൽ ഇന്ന് എന്താണ് പരിപാടി? മീറ്റിംഗ് വിളിച്ചു കൂട്ടണ്, പേപ്പറും പേനയായിട്ട് കിടന്ന് കറങ്ങണ്. ഒരു പരിപാടിയില്ല. ചേട്ടനൊന്ന് പോവാൻ പറ്റുമോ? അമ്മച്ചമാര് നിൽക്കുമ്പോ നിക്കണോ? ഒരു പരിപാടിയില്ല, ചേട്ടനൊന്ന് പോകാൻ പറ്റുമോ? ഇല്ലടേ നില്ലേ, എടുത്തോളാം കേട്ടാ. പറയരുത്. ആന്റി, ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ആന്റി അവിടെ പോയിരുന്ന് എഴുത്, ഞാൻ റൂമിൽ കാണും. சரி பாரு எழுதியாச்சு. താങ്ക് യു ആന്റി. ഇതേത് ഭാഷ? தமிழ். തമിഴോ? ആന്റി, എനിക്ക് തമിഴല്ല വേണ്ടത്, മലയാളമാ. என்ன பாரு இது, எனக்கு மலையாளம் எழுதவும் படிக்கவும் தெரியாதுல்ல. ஆனா எனக்கு காக்கநாடு மட்டும் தெரியும். அது எழுதவும் தெரியும், படிக்கவும் தெரியும். எங்கேயாவது போய் மாட்டிட்டுனா திரும்பி வர வேண்டாமா? ഇത് എന്റെ തെറ്റാ. ഞാൻ ആന്റി അടുത്ത് ആദ്യമേ ഇത് തരാൻ പാടില്ല. என்ன பாரு இது, உனக்கு மலையாளம் வேணும்னா நம்ம கேஸ் சாட்டுன்ட்டு சொல்லு, அவன் எழுதி கொடுப்பான். കേശവന്റെ അടുത്തൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കേശവൻ അറിഞ്ഞ പ്രശ്നവും. കേശവൻ അറിഞ്ഞ എന്തൊരു പ്രശ്നമാണ്? ഒന്നുമില്ല. ഒന്നുമില്ലേ കനാൻഡി? സംഭവം എന്തര്? ആന്റി പറഞ്ഞു കൊടുക്കല്ലേ. കനാൻഡി പറ 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 പറ. ആന്റി, ആന്റിക്ക് അടുക്കള ജോലിയില്ല. ആന്റി അങ്ങോട്ട് പോ. ആന്റി പോ 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 ഓ ആന്റി. நான் போடுறேன். മക്കളെ എന്തരാ? ഒന്നുമില്ല ഏട്ടാ, വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ സമയമായി. ചേട്ടന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചേട്ടൻ വലിയ വിദ്യാർത്ഥിയാ. ചേട്ടൻ പോവാൻ നോക്ക്. ചേട്ടൻ പോണടി, വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ പോകുന്നു. നീ ഇത് ഞാൻ എന്ത് ചെയ്യും? അളിയാ, അളിയ തിരക്കിലാണോ? എന്ത് തിരക്ക് പാറൂസേ? ഒരു തിരക്കുമില്ല. അളിയാ, എനിക്ക് അളിയൻ ഒരു കാര്യം എഴുതി തരണം. എന്ത് കാര്യം എഴുത്തരണ്ടേ? അളിയാ, അളിയൻ ആരോടും പറയത്തില്ലെന്ന് പ്രോമിസാ. പ്രോമിസ്? സീക്രട്ടാ? അത്രക്ക് സീക്രട്ടാ? എങ്കി പറ. ഇത് പിടിച്ചേ. ഞാൻ പറയുന്ന പോലെ എഴുതണേ. എഴുതാം. ഞങ്ങൾക്ക് മന്ത്രിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ. ആർക്ക്? മന്ത്രിക്ക്. അതിന് പാറൂസിന് മന്ത്രിയെ പരിചയമുണ്ടാ? അത് ഈ വഴി പരിചയപ്പെടണം. എന്തൊക്കെ നിർദ്ദേശങ്ങളാ മന്ത്രിക്ക് കൊടുക്കണ്ട? കേക്കട്ടെ. അത് ഏത്? ഒന്നുമില്ലടാ അളിയാ, പാറൂസിനെ എന്നെ കൊണ്ട് എന്തൊക്കെ എഴുതിപ്പിക്കണമെന്ന്. ഇല്ലടാ, എന്തോ കാര്യം സാധിച്ചെടുക്കുന്നുണ്ട്. അതാ കാര്യം സാധിച്ചെടുക്കാൻ നീ കനാൻഡിയോട്ട് അളിയനെ പിടിച്ചല്ലേ? എന്തളിയാ? ഒന്നുമില്ല, ഞാൻ അത് അളിയനോട് പറഞ്ഞു. നീ അളിയും പറയടി. പറയത്തില്ല അളിയാ, പറയരുത്. എന്തൊക്കെയോ വേളത്തിലായിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ പാറുവേ. നീ നമ്മളോട് പറ, നമ്മൾ ചെയ്തത് എന്താണ്? നിങ്ങളൊക്കെ പഠിപ്പിച്ചല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പഠിച്ച ആർക്കും പഠിപ്പിച്ചാവാൻ പറ്റും, അത് നിനക്കും പറ്റും. മക്കള് കാര്യം എന്തെന്ന് പറ. കാര്യം പറയാൻ പറ്റത്തില്ല, ഞാൻ അളിയനോട് പറഞ്ഞോളാം. നിങ്ങൾ പോ. അളിയാ, അളിയാ, ഇവരോട് പോവാൻ പറ. പൊക്കോ. പൊക്കോ. പൊക്കിക്കോളാം കേട്ടോ. ആ, അപ്പൊ പാറൂസിന് ഞാൻ നിർദ്ദേശങ്ങളൊക്കെ എഴുതി തരണം? അല്ല, നിർദ്ദേശങ്ങളൊക്കെ പാറൂസിന് തന്നെ എഴുതിയാ പോരെ? അത് എനിക്ക് എഴുതാറിയത്തില്ല. അപ്പൊ അളിയനെ എഴുതി തരണം. ഈ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാനല്ലേ മക്കള് സ്കൂളിൽ പോകുന്നേ? അളിയാ, സ്കൂളിൽ പോകുന്നത് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ. എളുപ്പമാക്കാൻ വേണ്ടിട്ടാ? എന്നാ ശരി, നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറ, കേക്കട്ടെ. ഒന്നാമത്തത്, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് തരാൻ പാടില്ല. ഹോംവർക്ക് തരാൻ പാടില്ല?
അപ്പൊ പിന്നെ പിള്ളേരൊക്കെ വിട്ടു വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കുക? അത് സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ലേ, പിന്നെന്തിനാ വീട്ടിൽ വന്നും കൂടെ പഠിക്കുന്നേ? ആ, രണ്ടിടത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ശരിയാ കറക്റ്റ്. നെക്സ്റ്റ്. രണ്ടാമത്, ഓരോ പീരീഡ് കഴിയുമ്പോ അരമണിക്കൂർ കളിക്കാൻ സമയം തരും. അതാവുമ്പം ഒരു ദിവസം 3 പീരീഡല്ലേ ഉണ്ടാകത്തുള്ളൂ. അത് ധാരാളമല്ലേ? അടുത്തത് പറ. അടുത്തത്, ഓരോ മണിക്കൂർ കഴിയുമ്പോ കഴിക്കാൻ എന്തെങ്കിലും തരണം. അതെന്താണേലും വേണം, നിർബന്ധം. നെക്സ്റ്റ്. ശനി ഞായറും മാത്രമേ ക്ലാസ് പാടുള്ളൂ, ബാക്കി എല്ലാ ദിവസവും അവധി. ഒന്ന് പാറൂസേ, നിർദ്ദേശങ്ങളൊക്കെ സൂപ്പർ. ഈ നിർദ്ദേശങ്ങൾ കേട്ടാണ്ടല്ലോ മിനിസ്റ്റർ അംഗീകരിക്കും, ഉറപ്പാ. ചിലപ്പോ പാറൂസിനെ വിളിച്ച് അഭിനന്ദിക്കാനും സാധ്യതയുണ്ട് കേട്ടാ. അഭിനന്ദനമൊന്നും വേണ്ട, ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചാ മതി. നിർദ്ദേശങ്ങളൊക്കെ അല്ലേ, ഉറപ്പായിട്ടും അംഗീകരിക്കും. നമുക്കേ എല്ലാം കൂടെ കേട്ടിട്ട് ഒരുമിച്ച് എഴുതാം. നെക്സ്റ്റ് പറ. നെക്സ്റ്റ്. കൊച്ച വന്നു കിടന്ന് ബഹളം വെക്കല്ലേ? ഇന്ന് ഞാനല്ലേ സ്കൂളിൽ കൊണ്ടാക്കണേ, എന്തിനാ അളിയനെ വിളിച്ച് പറയുന്നത്? ചേച്ചി എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നേ, പക്ഷെ അളിയന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോന്ന് കാര്യം? അത് അളിയൻ മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് അളിയെ മാത്രം അറിയാം? ഈ കുറെ ആയല്ലേ ഉള്ളു, 2-3 ദിവസമായിട്ട് അളിയെ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ അടുത്ത് പറയണ്ട, മറ്റേയാണെന്ന് പറഞ്ഞു നടക്കണേ. സത്യം പറയട്ടെ, എന്തൊരു സംഭവം? നിങ്ങളെ അറിയേണ്ട കാര്യമല്ല പഠിപ്പിസ്റ്റേള്. ആറു, നിനക്കറിയാലോ, എന്തെങ്കിലും അലമ്പാണെങ്കിൽ ഞാനും ചേട്ടനും കൈയോടെ തൂക്കും. പിന്നെ അപ്പ അയ്യോ തൂക്കും, അപ്പ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്ത് തരാം. എന്താണ് കാര്യം? നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കാന്ന്, കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാന്ന്. എന്താണ് കാര്യം? നിങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ല, സിദ്ധോളിയെ മാത്രം അറിഞ്ഞാ മതി. അളിയാ അളിയോ അളിയാ, ഇങ്ങോട്ട് വാ. എന്റെ അളിയൊന്ന് വാ അളിയാ. എന്തോ കൊച്ചി ഇങ്ങനെ വിളിച്ചു പോണേ? അളിയൻ വരാണ്ട് എവള് സ്കൂളിൽ പോവില്ലാന്ന്. ഞാൻ പറയാണ്ടോ കൊച്ചെ പറ്റിയൊക്കെ സ്കൂളിൽ പോകാൻ നോക്കി. ഞാൻ സ്കൂളിലൊക്കെ പൊക്കോളാം. അളിയാ ഇങ്ങോട്ട് താ. എന്ത്? അളിയ മറന്നപ്പാ. എന്തോന്ന് മറന്നോന്ന്? ഞാൻ എഴുതാൻ പറഞ്ഞ സാധനം. ഓ, ലത്. പാറൂസ് അത് മറന്നില്ലായിരുന്നോ? ഞാനത് എങ്ങനെ മറക്കാനാ? അത് വിദ്യാർത്ഥികളുടെ ജീവിത പ്രശ്നമല്ലേ. വിദ്യാർത്ഥികളുടെ ജീവിത പ്രശ്നോ? അതെന്ത് പ്രശ്നമാണ്? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എവിടെ അളിയ താ. പാറൂസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനത് മറക്കോടാ. പിന്നെ ഇത് പ്രിൻസിപ്പളുടെ തന്നെ കൊടുക്കണം, എങ്കിലും ഇത് മേലോട്ട് എത്തത്തുള്ളൂ. പ്രിൻസിപ്പാളിന്റെ മുകളിൽ അതാര്? അതൊക്കെ ഉണ്ട്. മക്കളെ പാറേ, എന്താ എന്നെ എഴുതിയേക്കുന്നത് നോക്കട്ടെ. നിങ്ങൾ അത് അറിയേണ്ട കാര്യമില്ല. ഓ, അത്രയും വലിയ കാര്യ? അത്രയും വലിയ കാര്യ. ചേച്ചി എന്നെ കൊണ്ടുവിടുന്നില്ലേ? നിനക്ക് എല്ലാ കാര്യത്തിനും അളിയാൻ പോരെ? അളിയനോട് കൊണ്ടുവിട്ടോളാൻ പറ കേട്ടാ. പാറൂസേ, വായിച്ചു നോക്കണില്ലേ? അളിയ അളിയ മലയാളത്തിലല്ലേ എഴുതിയേക്കുന്നത്? അതെ. എങ്കിൽ പിന്നെ വായിച്ചു നോക്കേണ്ട കാര്യമില്ല. അളിയനെ എനിക്ക് നല്ല വിശ്വാസം. അല്ലാതെ വായിച്ചു നോക്കാൻ അറിയാത്തോണ്ടല്ലേ? അല്ല, അളിയ സംഭവം എന്ത്? അതെ, ഞാൻ എന്റെ കുഞ്ഞ് അളിയനായിട്ട് വേറൊരു ഡീലാകും. സീക്രട്ട്. ചേച്ചി കൊണ്ടുവിട്. ഞാൻ പറഞ്ഞില്ല, ഞാനില്ല. അളിയൻ കൊണ്ടുവിട്ടോളാം വേണമെങ്കിൽ. എന്റെ പൊന്നോ, ശിവ എന്നെ കൊണ്ടുവിട്ടോ. ചിരിക്കില്ല നീ കള്ളിപ്പാറു. ടാറ്റ. അളിയാ, തല്ലിട്ടണോ അല്ലെ കേസ് വേണോ? പരിപാടി എന്ത്? പിന്നെ അത് നമ്മുടെ പാറൂസിന്റെ കുഞ്ഞു തലയിൽ തോന്നിയ ഒരു വലിയ ഐഡിയ. ഓടാ. ഇങ്ങോട്ട് എളുപ്പം നടന്നു വാ. ഹലോ, സമ്മാനമൊക്കെ കിട്ടിയിട്ട് മുഖത്തിനൊരു തെളിച്ചൊന്നുമില്ലല്ലോ, എന്തു പറ്റി? സമ്മാനം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. സിദ്ധോളനോടെ? സിദ്ധു വീട്ടിൽ കാണും. സിദ്ധോളനെ എനിക്കൊന്ന് കാണണം. എന്താ? എന്തു പറ്റി? വാ.
ஒண்ணுமே புரியலம்மா. സിദ്ധാളിയാ 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 എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഒരു തവണ വിളിച്ചാൽ മതി, എല്ലാരും വന്നോളും. ദേ വന്നു. സിദ്ധാളിയൻ എന്തേ? എനിക്കറിഞ്ഞൂടാ എന്ത് പറ്റിയത്. എന്തിനാണ് അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയതാണല്ലോ, ഇപ്പൊ എന്തൊരു ഉറഞ്ഞു തുള്ളണെന്ന്. கேசு, அவளுக்கு பிரைஸ் எல்லாம் கிடைச்சிருக்கு. സ്കൂൾ തുറന്നില്ലുള്ളൂ, ഇവിടെ പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ടാ? ഇത് മിക്കവാറും അവളെ എടുത്തോണ്ട് ഓടിയതായിരിക്കും അല്ലേ മക്കളെ? ആണോ മക്കളെ? എടുത്തോണ്ട് ഓടിയതൊന്നും അല്ല, പ്രിൻസിപ്പള് ക്ലാസ്സിലോട്ട് വന്ന് എനിക്ക് തന്നതാ. പാറുവേ, പാറൂസിന് സമ്മാനം കിട്ടിയാ? എന്തിനാ സമ്മാനം കിട്ടിയേ? ഓ, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ്. എനിക്കല്ലേലും ഒന്നും അറിയത്തില്ല. എന്താ? കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചേനി. നിർദ്ദേശം മുന്നോട്ട് വെച്ചെന്നാ? നീ എന്തൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്? സ്കൂൾ തല്ലി പൊളിക്കണമെന്നാ? അല്ല, അങ്ങനെയാണെങ്കിൽ ട്രോഫി കൊടുക്കൂലല്ലോ. എന്തിനാ മക്കളെ? അളിയാ, അളിയൻ എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിർദ്ദേശങ്ങളെല്ലാം പ്രിൻസിപ്പൾ അംഗീകരിച്ചിരുന്നോ? അംഗീകരിച്ചോണ്ടല്ലേ ഈ ട്രോഫി വന്നത്. അപ്പൊ അതാണല്ലേ 2 ദിവസമായിട്ട് ഇവിടെ പബ്ലിക് ആയിട്ട് സീക്രട്ട് മീറ്റിംഗ് നടക്കണത്. മക്കളെ, നീ എന്നാലും എന്ത് നിർദ്ദേശമാണ് മുന്നോട്ടേക്ക് വെച്ചത്? ഞാൻ പറയാം. പറയരുത്. പറയട്ടെന്ന്. വേണ്ടാന്ന്. ഇവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. വേണ്ട. ഞാൻ പറയും. പിള്ളേർക്ക് ഹോംവർക്ക് കൊടുത്തുവിടാൻ പാടില്ല. രണ്ടാമത്തേത്, പിള്ളേർക്ക് ഓരോ പീരീഡ് കഴിയുമ്പോഴും അരമണിക്കൂർ കളിക്കുവാനുള്ള സൗകര്യം. പിന്നെയും ഉണ്ട്, ഓരോ 1 മണിക്കൂർ കഴിയുമ്പോഴും പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. പിന്നെ ശനി ഞായറും വർക്കിംഗ് ഡേ, ബാക്കിയുള്ള ദിവസം ഹോളിഡേ. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ. അല്ലയാ, ഈ നിർദ്ദേശം കൊടുത്തിട്ടാണോ ട്രോഫി കൊടുത്തത്? ഈ നിർദ്ദേശങ്ങളിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അളിയാ, ഞാൻ എന്റെ കമ്മിറ്റിക്കാരോട് എന്തു പറയും? പ്രിൻസിപ്പൾ അംഗീകരിച്ചെന്ന് പറഞ്ഞേക്കണം. അളിയൻ വരുത്തിയ മാറ്റം എന്തിന്? പ്രിയപ്പെട്ട മന്ത്രിക്ക് ഞങ്ങൾ വിദ്യാർത്ഥികൾ നൽകുന്ന നിവേദനം. സ്കൂളിലെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ ഞാൻ ചില നിർദ്ദേശങ്ങൾ തരാം. സ്കൂളിൽ പഠിക്കാൻ എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാകണമെന്നില്ല. പഠിത്തത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ടീച്ചർമാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഓരോ ക്ലാസിന്റെ അവസാനവും അന്നെടുത്ത ഭാഗം ഒന്നുകൂടെ ഉറപ്പിക്കാൻ ടീച്ചർമാർ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. കുട്ടികളുടെ ഉള്ളിലെ കഴിവ് എന്താണ് എന്ന് ടീച്ചർമാർ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കണം. വീട്ടിലും കുട്ടികൾ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ടീച്ചർമാർ പരിശോധിക്കണം. എല്ലാ വീട്ടുകാർക്കും എല്ലാം അറിയണമെന്നില്ല. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ. അളിയാ, അളിയൻ എന്നെ എന്റെ കമ്മിറ്റിക്കാരൻ ചതിക്കുമായിരുന്നു. എന്റെ പൊന്നു പാറൂസേ, കത്തിയ നിന്റെ കൈ തന്നു വിട്ടല്ലായിരുന്നോ? നിനക്ക് നിന്റെ കമ്മിറ്റിക്കാർക്ക് ഇത് വായിച്ചു നോക്കാറുന്നല്ലോ. എന്താ വായിച്ചു നോക്കാഞ്ഞേ? അക്ഷരം അറിയാത്തോണ്ട്. എന്താ അക്ഷരം അറിയാത്തേ? പഠിക്കാത്തോണ്ട്. എന്താ പഠിക്കാത്തേ? கரெக்டா ஸ்கூல்ல போகாம இருக்கறனால. எதனால கரெக்டா ஸ்கூல்ல போகாம இருக்கா?